റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ AK ഷാനിബ് പാലക്കാട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിലിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഷാനിബിനെ പാർട്ടി പുറത്താക്കിയത്. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ഷാനിബ് പി സരിനേക്കാൾ മുൻപേ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഓരോ സംഘടനാ സംവിധാനത്തിലും പാലക്കാട്ട് തന്നെ സ്വാധീനമുള്ളയാളാണ്. എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും UDFിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും വിജയത്തിലേക്ക് പോകാനുള്ള ഒരു തടസ്സമായി, ഒരു വിലങ്ങുതടിയായി മാറുമോ ഷാനിബ്? സുജയ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ഷാഫി പറമ്പിൽ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൽ സഹഭാരവാഹിയായി പ്രവർത്തിച്ചയാളാണ് AK ഷാനിബ്. നേരത്തെ KSU ജില്ലാ പ്രസിഡന്റായി ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്നു. ഷാനിബ് കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പരസ്യമാക്കിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ അടക്കം രൂക്ഷമായി വിമർശിച്ചു. ഒടുവിൽ ഷാനിബിനെതിരെ പാർട്ടി നടപടിയും വന്നു. ജില്ലാ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ ഷാനിബ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ന് തന്നെ വൈകിട്ടോടെ തന്നെ അത് ഷാനിബ് പ്രഖ്യാപിക്കും. മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷാനിബ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും അത് UDF ക്യാമ്പിനെയാണ് ആശങ്കപ്പെടുത്തുക. കാരണം പാർട്ടി പ്രവർത്തകനായി ജില്ലയിൽ ഏറെക്കാലമായി സജീവമായി നിൽക്കുന്ന ഒരു യുവനേതാവ് കൂടിയാണ് ഷാനിബ്. സ്വാഭാവികമായും A ഗ്രൂപ്പുകാരനായിരുന്നു ഷാനിബ്. പാർട്ടിയിൽ നല്ല ബന്ധങ്ങളുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് ജില്ലയിൽ ഉടനീളം പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ UDFിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ഷാനിബിനാകുമോ എന്ന ആശങ്ക. അത് ഒരു വോട്ട് പോകുമ്പോഴും അത് UDFിൻ്റെ വോട്ടായിരിക്കും ഷാനിബ് പിടിക്കുക എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഏതായാലും ഇതൊന്നും ഈ സരിൻ പാർട്ടി വിടുന്നതിനേക്കാൾ കൂടുതൽ പ്രത്യാഘാതം, അല്ലെങ്കിൽ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനേക്കാൾ കൂടുതൽ ആശങ്കയുണ്ടാകുക ഷാനിബിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. കാരണം സരിൻ LDF സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം വരുന്നു. സരിൻ 8 വർഷം മാത്രമേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ. പക്ഷേ AK ഷാനിബ് അങ്ങനെയല്ല. അതാണ് ഏറ്റവും പ്രധാനമായി. പക്ഷേ ഇതൊക്കെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ UDF മെനയുന്നുണ്ട്. കാരണം UDFിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ മണ്ഡലത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. അവരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യും. ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാലക്കാട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഷാനിബല്ല, ആര് വിമതരായി വന്നു കഴിഞ്ഞാലും അതൊന്നും പ്രശ്നമല്ല എന്നാണ് നേതൃത്വം പറയുന്നത്. എങ്കിൽ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് നേതൃത്വം. ഏതായാലും ഷാനിബിൻ്റെ സാന്നിധ്യം സ്വാഭാവികമായും കോൺഗ്രസിന് തിരിച്ചടിയാകുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. ഷാനിബ് എപ്പോൾ നോമിനേഷൻ നൽകുമെന്ന് ഇന്ന് വ്യക്തമാക്കും. മാത്രവുമല്ല, ഷാനിബിനെ ഇനി നീക്കം പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഈ ഷാഫി പറമ്പിലിനെതിരെ പരാതി ഉയർത്തിയ പല യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട്. യുവ നേതാക്കളെ അടക്കം ചേർത്ത് നിർത്താൻ ഷാനിബിൻ നീക്കം നടത്തുമോ അല്ലെങ്കിൽ അത്തരം ശ്രമം ഷാനിബിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നതുൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കുന്നുണ്ട്.